ഹലോ ഗൈസ്, നമ്മളിപ്പം ഞാൻ ആർട്ടി ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ നിന്ന് ഞാൻ കമൻറ്റ് ഇട്ടിട്ടായിരുന്നു ഇതിടാൻ വേണ്ടി ഹോം സറൗണ്ട് ടൂർ ഇടാം. അപ്പം ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ കാണിക്കാം ഗൈസ്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. ഇനിയുള്ള ഇതുപോലത്തെ ഓരോന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അതുപോലത്തെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഗൈസ് നമ്മുടെ വീടിൻ്റെ സറൗണ്ടിങ്സ്. ഇതുവഴി ഇപ്പോൾ ഞാൻ ബെനീസിൻ്റെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇതാണ് ഗൈസ്, ഇതൊക്കെയാണ്. ഇനി അവിടെ ചെന്ന് ഞാൻ ഓരോന്നും കാണിക്കും. ഇതാണ് ഈ മേളിൽ നിന്നുള്ള നോക്കുകയാണ്. അങ്ങോട്ട് വന്ന വഴികളൊക്കെയാണ്. ഇത് ഞങ്ങളുടെ കസിൻസിൻ്റെയൊക്കെ വീട് ഗൈസ്. ഗൈസ് നമ്മുടെ ഇങ്ങനെയുണ്ട്. ഇതാണ് ബെനീസിൻ്റെ വീട്. ഇത് അതിൽ കൂടെ പോയി നമ്മുടെ അടുത്ത പറമ്പിലേക്ക് ചെല്ലും. ഞാൻ കിങ്ങണിയും കൂടെയാണ് പോയിരുന്നത് വീഡിയോ ഒക്കെ എടുക്കുന്നത്. തന്നെ ഞാൻ അവിടെ ഒക്കെ കാണിച്ച് തരാം. അവിടം തോടാണ്, അതൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ വീട് ഗൈസ്. നമ്മുടെ ഗാർഡൻ കാട് പിടിച്ച പോലെ എടുക്കണം, മഴയൊക്കെ കാരണം. അതുകൊണ്ട് ഇതാണ് പേത്തയും വാത്തയും. മറ്റേ കറുപ്പും വെള്ളയും കൂടി വരുന്നത് പേത്ത, ഇത് തന്നെ വാത്ത. അത് നമ്മുടെ മീൻകുളം, ഞങ്ങളുടെ ഫലം ഉണ്ടാകുന്ന ഇത് പേരമരം. അവിടെ അടുത്ത വണ്ടികൾ ഗൈസ്. അവിടെയാണ് കാർ ഷെഡ് ഗൈസ്. ഇതൊക്കെയാണ്. താണ്ട് ഇവിടെ കോഴിയുണ്ട്. ഇനി ബാക്കി കാണിക്കാം ഗൈസ്. വീട്ടിൽ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ സീനറീസ് ഒക്കെ. പിന്നെ നമ്മുടെ ഇവിടെ കാണിക്കാം. ഇത് മുളമ്പഴം ഉണ്ടാകുന്ന മരം. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത്? റംബൂട്ടാൻ, ചിലയിടത്ത് പറയും റംബൂട്ടാൻ, അങ്ങനെയൊക്കെ. പിന്നെ ആരൊക്കെ പറയുന്നത് മുളമ്പഴം എന്നാണ്. കാരണം പേരമരം. ഇത് നമ്മളിങ്ങനെ നല്ല രസത്തോടെ നമുക്കിങ്ങനെ വന്നാണ്ട് ഇവിടെ പേരയ്ക്ക് വെക്കാൻ കിടപ്പുണ്ട്. പക്ഷേ ചിലതൊക്കെ പഴുത്തിട്ടുള്ളൂ. ഇത് നമ്മുടെ കുളം. കുത്തിയ അന്ന് കുറേ മീനെ ഇട്ടു, അതെല്ലാം ചത്തുപോവുകയും ചെയ്തു. എന്ത് ചെയ്യാനാണ്? പക്ഷേ കുഴപ്പമില്ല, നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. മഴയും തോളുന്നുണ്ട്. ഇതാണ് നമ്മുടെ വലിയ പറമ്പ്. ഇതിങ്ങനെ കിടക്കും. ഇവിടെ മാത്രം ഇത്രയും ഭാഗം കാട് പിടിച്ച് കിടക്കുക. ഞാൻ ഇറങ്ങി കാണിക്കാം. ഇതിൻ്റെ മേളിൽ കയറിയിരിക്കുക സൂപ്പറാണ്. ഈ വഴിയാണ് താഴോട്ടൊക്കെ ഇറങ്ങിക്കുന്നത്. അപ്പുറത്തെ വഴി കൂടെ പോയാൽ നമുക്ക് വണ്ടികളൊക്കെ അതിൽ കൂടെയാണ്. ഞാൻ ചില സമയത്ത് അതിൽ കൂടെ പോകാറുള്ളൂ. നമ്മളിപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നടന്ന് പോകുന്നത് സൂക്ഷിച്ചു പോയി നമ്മൾ താഴെ വീഴും കൈസ്. കണ്ട വീഡിയോ എടുക്കാൻ അവളും ഉണ്ട്. പക്ഷെ അവനാണ് എപ്പോഴും എൻ്റെ വഴി ഇടുന്നത് അവളെന്നാണ്. കണ്ട നമുക്ക് തന്നെ അവിടെ ചെല്ലാം. കണ്ട കൈസ്, ഇതൊക്കെയാണ്. ഇങ്ങനെ കെട്ടിയേക്കുവാണ്. കഴിഞ്ഞിടയ്ക്കാണ് ഇതുപോലെ കെട്ടിയത്. ഒരാൾ ചാടിയിട്ട് കളിക്കുകയാണ്. ഈ ഭാഗത്ത് ഇവിടെ ഒക്കെ പെട്ടെന്നാണ് മഴ പെയ്തപ്പോൾ കാടൊക്കെ കയറിയത് തന്നെ. ഇതൊക്കെയാണ്. ഇവിടെ തന്നെ ഇത് വെച്ചേക്കുവാണ്. ഇവിടെയൊക്കെ പാമ്പും ചെയ്യുമ്പോണ്ടെന്ന് അറിഞ്ഞൂടെ, ചില സമയത്ത് കാണാറുള്ളതാണ്. കണ്ട കൈസ്, ഇത് മിക്കതും ജാതിമരമൊക്കെയാണ്. പിന്നെ തെങ്ങുണ്ടായിരുന്നു, അതെല്ലാം പോയി കൈസ്. പിന്നെ നമ്മൾ ഇത് വാഴയൊക്കെ പിടിച്ച് കൊള്ളാണ്ട കൈസ്. ഈ ജാതിക്കൊക്കെ നമ്മളിങ്ങനെ എടുക്കാൻ വരുന്ന പാട്ടാണ് വരുന്നത്. ജാതിക്ക തോട്ടം അതേപോലെ പാട്ടൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. കൈസ്, ഇതൊക്കെയാണ് കൈസ്. ഇതാണ് നമ്മുടെ തോട് നമ്മൾ ടാറിൽ ഇതൊക്കെ പോലെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ മഴ പെയ്ത് നല്ലതായിട്ട് വെള്ളം വരുന്നുണ്ടെന്ന്. ഇപ്പോൾ കുറഞ്ഞത്. ഇതാണ് തോട്. വണ്ടി നമുക്കിവിടെ കൂടെ വണ്ടിയും അതിലെ കൂടെ നമ്മൾ വണ്ടി ഇറങ്ങി വരും. ഇതിലെ കൂടെ നമുക്ക് പോവുകയും ചെയ്യാം. അതിലെ കൂടെ ചെല്ലുന്ന നമ്മുടെ മെയിൻ റോഡ് തന്നെ, അതുപോലെ തന്നെ അവിടെയും കണ്ടി. ഇതാണ് പാർട്ടി ഓഫീസ് ഗൈസ്. ഇതിൻ്റെ അപ്പുറയാണ് പഞ്ചായത്തൊക്കെ. ഞങ്ങൾ കോട്ടയം മീനടം അവിടെയാണ്, മീനടത്താണ് കൈസ്. മഴയും തോളാൻ തുടങ്ങി കൈസാണ്ട്. അവിടെയും റംബൂട്ടാൻ തന്നെ. ഇപ്പോൾ ഇതിൽ കൂടെ പോകാനും പറ്റത്തില്ല, കാട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെറിയ പേടിയുണ്ട്.
എന്തുകൊണ്ടെന്നാൽ അവിടെ പാമ്പിനെയൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അമ്മ കയറി നിൽക്കുകയാണ്. ലിച്ചി മരം എന്തുകൊണ്ടാണ് ലിച്ചിക്കകത്ത് ഇപ്പം എത്ര വർഷമായി അമ്മ കുഴിച്ച് വെച്ചിട്ട്? എത്രേ? 5-6 വർഷമായി ഇത് കുഴിച്ച് വെച്ചിട്ട്. എന്നിട്ട് ഇത് ഒരെണ്ണം പോലും ഉണ്ടാവുന്നില്ല. നമ്മളത് കഴിച്ചിട്ട് എടുത്ത് കുഴിച്ച് വെച്ചാണ്. എന്നിട്ട് ഇതുവരെ ഒരെണ്ണം പോലും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഗൈസ്. നമ്മളതിലൊക്കെ പോവുകയാണ്. ഇതാണ് ഗൈസ് ലിച്ചി. ഇതും റംബൂട്ടാനാണ്. അത് കായ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇതിൽ കൂടി ഒക്കെയാണ് ഇങ്ങനെ അങ്ങനെ പോകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ അടുക്കള വാതിലൊക്കെ. അത് നമ്മളെ പേത്തയും വാത്തയൊക്കെ ഇടുന്നത്. ഇവിടെ നമ്മൾ ടോബിയൊക്കെ ചുമ്മാ കിടക്കും. ഇത് ടോബിയുടെ കൂടായിരുന്നു ഗൈസ്. പിന്നെ വാത്തയും പേത്തയും കൂടി മേടിച്ചപ്പം അതിനെ കയറ്റിയിട്ട് ഗൈസ് നമ്മൾ അലക്കുന്നൊക്കെ. ഇതിപ്പോൾ അങ്ങനെയൊന്നും ചില സമയത്ത് നമ്മൾ അലക്കാറുള്ളത്. ഇതാണ് നമ്മുടെ റോക്കി കൂട്ടൻ ഗൈസ്. റോക്കിയാണ് ഗൈസ്. ഇത് നമ്മൾ കോഴീനെയൊക്കെ ഇടുന്നത്. നമ്മൾ വണ്ടിയുടെയൊക്കെ പാർട്സൊക്കെ ചില സ്ഥലത്തൊക്കെ ഈ വേണ്ട സാധനങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് അത് മെഷീൻ ഇച്ചിരി താലക്കുലായിട്ട് കിടക്കും. മഴ പെയ്തുകൊണ്ട് ഇവിടെ തുണി ഇടാനാണ് ഗൈസ്. വെയിലൊന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പെട്ടെന്ന് വെയിലായ സമയത്ത് ഇട്ടാണ്. ഇതാണ് ബാക്ക് സ്റ്റേജൊക്കെ. ഇനി ഇങ്ങനെയൊക്കെ ഇട്ടാണ്ട് കസ്റ്റേജൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ കയറി കഴിഞ്ഞ് ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ കാണാം അടിപൊളിയായിട്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ഇവിടെ ഉണ്ട് കാറ് കിടക്കുന്നു. ഇവിടെ കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഗാർഡൻ ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഗൈസ്. ഞാനൊരു കമ്പ് കുഴിച്ച് വെച്ചിട്ടുണ്ടായ റോസ് ചെടിയാണ് ഗൈസ് ഇത്. ഇത്രയും ഉണ്ടായിട്ടുണ്ട് ഭാഗ്യത്തിൽ. എനിക്കൊരു സന്തോഷം അറിയുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇതിലൊക്കെ ഇങ്ങനെ കയറിപ്പോകാം. ഏതോ ഒരു ഗാർഡനാണ് ഗൈസ് ഞങ്ങളുടെ അടുത്ത റോസ് ചെടി. ഇതെന്നും ഉണ്ടാകുന്നുണ്ട്. നല്ല സന്തോഷമാണ് ഗൈസ്. ഉണ്ട് ഇവിടെ ചെമ്പരത്തിയുണ്ട്. ഇവിടെ മേളുവശമില്ലാത്ത തെങ്ങുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ കൈസ് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഇല്ലമരത്തിൽ ഇതിൻ്റെ അകത്ത് ഹണി ബീസ് ഉണ്ട് ഗൈസ്. തേനീച്ചകൾ കാണാമെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. ഇതിനകത്ത് ചില സമയത്ത് അനങ്ങമൊക്കെ കേൾക്കുന്ന അതാണ് ഗൈസ്. കാണാവോ? കണ്ടോ ഗൈസ്? ഇതൊക്കെയാണ്. ഞാൻ എത്രയും അടുത്തോട്ട് പോകുന്നില്ല. എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. അനക്കൊക്കെ ഉള്ളതാണ് ഗൈസ്. പിന്നെ വേനലിനങ്ങളൊക്കെ വെള്ളം കൊടുക്കുന്ന ടാങ്കുകൾ ഇരിപ്പുണ്ട്. ടിപ്പൂർ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ JCB. അതാണ് വെനീസയുടെ വീട്. ഇത് അടുത്ത ഇല്ലി. ഇവിടെ മിക്കത് ഇല്ലിയൊക്കെയാണ് ഗൈസ്. കണ്ട ഗൈസ് നമ്മുടെ വീടൊക്കെ. ഇതൊരു മാവ്. പിന്നെ ഇതൊക്കെ അതെ. ഇത് നമ്മുടെ പറമ്പൊക്കെ തന്നെയാണ് ഗൈസ്. നമ്മളങ്ങോട്ടും പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെയും ഭയങ്കര കാടായിട്ട് കിടക്കുകയാണ് ഗൈസ്. എന്നാ പറയാൻ. ഇതൊക്കെയാണ്. ഇവിടെ വെച്ച് തടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി പെരമണ്ട നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ പെരമണ്ടയിലേക്ക് കയറുവാണ്. ഇവിടെ വെച്ച് വെള്ളമൊക്കെ തിന്നി എപ്പം തിന്നുമെന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ്. അതുപോലെയാണ് ഇവിടെ കിടക്കുന്നത്. നമുക്കിനി അവിടെ വരച്ചില്ല. ഇതാണ് ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് വെപ്പുണ്ട്. കറിവേപ്പില ഇത്ര വലുതാണ് ഗൈസ്. ഇത് അടുത്ത മുളമ്പഴത്തിൻ്റെ ഇത്. അടുത്ത മാവ്. ഇതൊക്കെയാണ് നമ്മുടെ തലയുടെ തന്നെ കിഴക്കണം. ഞാനത് പതിയെ ഇതാക്കുന്നു. അതെ ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ ഹോം സറൗണ്ടിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ സറൗണ്ടിങ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഗൈസ്? നിങ്ങളിതുപോലെ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ പറ്റുന്ന പോലെ എല്ലാം ചെയ്യുന്നതായിരിക്കും. എനിക്ക് തന്നെ പറ്റുന്ന പോലത്തെ ടൈപ്പ് വീഡിയോ ഉണ്ടെങ്കിൽ അതെന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ടാങ്ക്. അത് ഇച്ചിരി വിള്ളലൊക്കെ വന്നേക്കുവാണ് ഗൈസ്. ഇങ്ങനെയാണ് നമ്മുടെ ഈ സംഭവമൊക്കെ. ഓക്കെ ഗൈസ്. താണ്ടി ഇതൊക്കെയാണ്.
ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത അതുപോലത്തെ എനിക്ക് തന്നെ പറ്റുന്ന ചാലഞ്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസോ വല്ലതും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഒരു മടിയും കൂടേണ്ട, നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞങ്ങൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും ഞാൻ. പിന്നെ നമുക്കെന്നാൽ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ. അടുത്ത നമ്മൾ സീ യു സൂൺ.